അപ്പോൾ ഇന്ന് ഞാൻ തക്കാളി വെച്ചിട്ടൊരു കറി ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ കറി വളരെ സിമ്പിളാണ്. ഓരോരുത്തരും ഓരോ വിധത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഇന്നത്തെ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ച തക്കാളി കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. അപ്പോൾ തക്കാളി തീയലിന് വേണ്ടിയിട്ട് തക്കാളി ഇതങ്ങനെ കുറച്ച് ചെറുതായിട്ട് മുറിച്ചു. കുറച്ച് ചെറുതായി മുറിച്ചു. പച്ച തക്കാളിയാണ് ഇത്. ചെറിയൊരു ഇതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക്, കുറച്ച് എരിവുള്ളതായതുകൊണ്ട് 2 എണ്ണം ഇടുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാൻ പോകണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് മഞ്ഞൾ ഇട്ടിട്ട് ഇതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അരയ്ക്കാനുള്ളത് എടുക്കാം. അത് വേവുന്ന നേരം കൊണ്ട്, തക്കാളി വേവുന്ന നേരം കൊണ്ട് ഇത് ഒരു അരമുറി തേങ്ങ, ചെറിയ അരമുറി തേങ്ങയാണ് കേട്ടോ, വലിയ തേങ്ങയുടെ ഇല്ല. ഒരു 4 ഉള്ളി, 4 5, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിക്കുക. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിതിൽ 1/2 സ്പൂൺ കാശ്മീരിയും 1/2 സ്പൂൺ റെഡ് ചില്ലിയും, ഇത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് വരാം. ഇപ്പം എൻ്റെ തക്കാളിയൊക്കെ നന്നായി വെന്തു. ഇപ്പം ഞാൻ ഈ അരച്ചത് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. കുറച്ച് വെള്ളം കൂടി കഴുകി ഒഴിക്കണം. അപ്പോൾ എൻ്റെ കറി ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഇത് ഒന്ന് തിളയ്ക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഞാനൊന്ന് ഇത് തിളച്ച് വരുമ്പോഴാണ് ലേശം പുളി ഒഴിക്കുക. ഇതിൽ ഉപ്പ് മതിയൊന്നും നോക്കിയിട്ട് വേണം. ഉപ്പ് തിരിയില്ല. അപ്പം ഞാൻ ലേശം ഉപ്പിടുകയാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ തക്കാളി തീയൽ. വോയിസ് കളയാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പുളി വളരെ കുറച്ചേ വേണ്ടത്, ഞാൻ മുഴുവൻ ഒഴിക്കില്ല. ഈ പുളി തിളച്ച് വരുന്ന സമയത്ത് ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി, ഉലുവപ്പൊടി ഇതിലേക്ക് ഇടുക. നല്ലൊരു മണമായിരിക്കും. അരയ്ക്കുമ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. ഈ ഉലുവപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യും. ഇപ്പോൾ കറി നന്നായി തിളച്ചു, ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലൊന്ന് വറുത്തിടണം. ഇപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. സാധാരണ ഈ കറിയിൽ അവർ വെളിച്ചെണ്ണ വെറുതെ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില മേലെ ഇടും. പക്ഷേ എനിക്കതിൽ വറുത്തിടുമ്പോഴാണ് കുറച്ച് നന്നായി തോന്നുന്നത്. ഇപ്പം ഞാൻ കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടാൻ പോകണം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് മണം. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിരിക്കണേ. മുളക്, കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. ഞാനിത് കറിയിലിങ്ങനെ നല്ലോണം കശക്കിയിട്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അതിൽ നല്ലൊരു മണം വരട്ടെ. അപ്പോഴേക്കും എൻ്റെ കടുകും ഇതൊക്കെ ഒന്ന് പൊട്ടും. എൻ്റെ കറി ready. ഇത് ചെയ്ത ഉടനെ കറിയാണ് അടച്ചു വയ്ക്കുക. അപ്പോൾ അതിൻ്റെ മണം നല്ലപോലെ
കറിയുടെ ഉള്ളിലേക്ക് ഇറങ്ങും ഇതിൻ്റെ മണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കറി റെഡിയായി ഫ്രണ്ട്സ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനും വലിയ പണിയില്ല. പച്ച തക്കാളിയാണെങ്കിലാണ് വളരെ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സുധ മേനോൻ.